നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങിയിട്ട് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജോബ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഫൈനൽ ഇയറിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഇന്റർവ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്യും, ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. ചിലർ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്റർവ്യൂസിന് ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഒരു പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ആക്ച്വലി എന്ത് ജോബാണ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഐഡിയ ഉള്ള എത്ര പേരുണ്ട് നിങ്ങളുടെ ഇടയിൽ? അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ടെക് സ്റ്റാക്ക് എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലർ പൈത്തോണും ജാവാസ്ക്രിപ്റ്റും ആയിരിക്കും, ചിലർ PHP വെബ് ഡിസൈനിൻ്റെ ആ ഒരു പോർഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പം അവിടെ നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണ്, അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എല്ലാവർക്കും ഇത്രയൊക്കെ ബേസിക് ആയിട്ട് അറിയാം. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് ചെയ്യുന്നത്, കോഡിംഗ് ആണ്. അതിനപ്പുറത്തേക്കുള്ള നോളജ് എത്ര പേർക്കുണ്ട്? അതായത് നമ്മളിപ്പോൾ ഈ ഒരു 3-4 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, കമ്പൈലർ ഡിസൈനിനെ കുറിച്ച് ഒരു സീരീസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ട്, SQL ക്വറീസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കാൻ വിട്ടുപോയ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പം ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഈ ഒരു 4 വർഷം ഇത്രയും ക്യാഷും ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു നേടിയെടുത്ത ഒരു ഡിഗ്രി ആക്ച്വലി യൂസ്ലെസ് ആണോ? അതിന്റെ ബേസിക് റീസൺ എന്താ? ഈ ഒരു യൂണിവേഴ്സിറ്റി ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതായത് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ ബേസ് ചെയ്ത് തിങ്ക് ചെയ്യണം, എങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു ഡെമോ ആയിട്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അതെങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് ഇഫക്റ്റീവായിട്ട് എത്ര പേർക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? അപ്പൊ ഈ ഒരു ക്വസ്റ്റിനും ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റിനിലെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണെന്ന്, അവർ ഈ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ CSS ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ ഒരു ടീം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ടീമിന്റെ മേജർ ഇവന്റ്സ്, അതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പറിനപ്പുറത്തേക്ക് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം, ഇപ്പോൾ ഗിറ്റാണ് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. അത്യാവശ്യം കമാൻഡ്സും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്തത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഏത് ജോബിന്റെ ലിസ്റ്റ് എടുത്ത്, റിക്വയർമെന്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാനും സാധിക്കും. സോ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അവിടെ ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിൻ്റെ റൂട്ട് കോസും അതിൻ്റെ സൊല്യൂഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക കേട്ടോ.